ഹായ് ഹലോ, കുറേ ദിവസമായി ക്യാമറയ്ക്ക് മുന്നേ വന്നിട്ട് നമ്മളിന്നൊരു ചെറിയ ട്രിപ്പുമായിട്ട് ഇറങ്ങിയതാണ്. ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ബേക്കിൽ കാണാം നല്ലൊരു മുളയൊക്കെ. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ണിമോനും ഉണ്ണിക്കുട്ടിനും കൊടുത്തു. ഉണ്ണിമോക്കും ഉണ്ണിക്കുട്ടിക്കും ആ പാളിയിലോ ഉണ്ണിമോനും ഉണ്ണിമോക്കൊക്കെ കൊടുത്ത് എല്ലാം ഉണ്ണിയായതുകൊണ്ട് മൊത്തം പാളല. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാം. ഇതെയോ കൊച്ചിനെ നോക്കാൻ പറഞ്ഞിട്ട് ഒരുത്തി ആടെ ഇരുന്നിട്ട് സ്വന്തം കളിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ. ഇനി വ്ളോഗ് നടക്കുമെന്നൊന്നും അറിയില്ല. നമ്മൾ കാരാപ്പുഴയ്ക്കാണ് പോകുന്നത്. ഉണ്ണിക്കൂട്ടാ ടാറ്റ കൊടുത്തേ. ടാറ്റ. അവൻ പുറലോകം കണ്ട എൻ്റെ സന്തോഷത്തിലാണ്. ടൗണാണ്. ഇവിടെ ഇങ്ങനെ വയസ്സായ ആൾക്കാരൊക്കെ വൈകുന്നേരം വന്ന് വയസ്സാവാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും. സെറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടേ സൊറ പറഞ്ഞിരിക്കാൻ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കിട്ടി നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതെ ഉണ്ണിയാണെങ്കിൽ എപ്പോഴാണ് പാർക്കിൽ പോകുന്നത് ചോദിച്ചു വന്നാൽ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത്. വയനാട് തണുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉച്ചയാകുമ്പോഴത്തേനും മൊത്തം സ്ഥലത്തും വെയിൽ തന്നെയാണ്. അപ്പോൾ നമുക്കങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഏതായാലും അവിടുന്ന് കാണാം. ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നു. അപ്പോൾ തന്നെ 2-2:30 സമയം. താടി ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഉണ്ടാവും ലാസ്റ്റ് താടി. എന്താല്ലേ പിള്ളേരുമായിട്ട് വന്നാൽ നമുക്ക് ഇതാക്കിയ സ്ഥിതി. രസമല്ലേ, സംഭവം അടിപൊളിയാട്ടോ. ഹോട്ടലിൽ കയറുന്ന എന്താ പറയുക, ഇങ്ങനെ കഴിക്കുന്ന സുഖമൊന്നും ഹോട്ടലിൽ കയറുമ്പോൾ കിട്ടൂല തോന്നുന്നു. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ. കാരണം എനിക്ക് പൊതുവേ ഭയങ്കര മടിയാണ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ. എന്നിട്ട് നമ്മൾ എവിടുന്നേലും പോകുമ്പോൾ ഹോട്ടലിൽ കയറി എവിടുന്നേലും കഴിക്കുക ചെയ്യുന്നത്. വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഒന്നാമത് സമയം മെനക്കേടാണ്, ഒരു മടി അത് തന്നെ. പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, വേഗം ചെയ്തു. അതുകൊണ്ട് നല്ല ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. കാരാപ്പുഴ ഇവിടെയും നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും ആക്ടിവിറ്റീസൊന്നും ഇവിടെ ആയിട്ടില്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ വന്ന സമയത്ത് സിപ്ലൈൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ അഡ്വഞ്ചർ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ പിന്നെ സ്വിങ്ങിങ്ങും സിപ്ലൈനും പിന്നെ വേറെ കുറേ ചൈനയിലും ജപ്പാനിലൊക്കെ കണ്ടുവരുന്ന കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിലും കയറാൻ പറ്റുമോ അറിയില്ല. തല ഇറങ്ങി പണ്ടാറടങ്ങും. പറ്റുന്നതിൽ ചോറ് കുറച്ചെന്നാൽ മതി. അത് നേരാ. ചോറ് പറ്റുന്നതിലൊക്കെ കയറണം എന്നുണ്ട്. പോയോ പട്ടെ എന്താ സ്ഥിതിന്ന്. 6 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇനി ഇവിടെ തന്നെ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കഷ്ടിച്ചോളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ വരുമ്പോൾ ഓരോ ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരക്കാവുമായിരിക്കണം, നോക്കാം ഏതായാലും. പിന്നെ ഇന്നിപ്പോൾ വല്ലാണ്ട് തിരക്കായി. SLCയുടെ ബോർഡ് എക്സാം ആണല്ലോ. അപ്പോൾ വല്ലാണ്ട് തിരക്കാവാൻ ചാൻസ് ഇല്ല, നോക്കാം. ഹായ്, നമ്മൾ എത്തിയിട്ടോ. അങ്ങനെ കാരാപ്പുഴ ഡാമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, എൻട്രൻസിൻ്റെ. അപ്പോൾ കിഡ്സിന് 10 രൂപയും അഡൾട്ട്സിന് 30 രൂപയാണ്. പിന്നെ ക്യാമറയ്ക്ക് സ്പെഷ്യൽ ചാർജ് ഉണ്ട്, 50 രൂപയാണ് കേട്ടോ. വെയിൽ കണ്ണി കുത്തിയിട്ട് പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഉള്ളിലേക്ക് കയറുവാണേ. നമ്മൾ മെയിനായിട്ട് ഇന്ന് അഡ്വഞ്ചർ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതെ, ഈ സൈഡിലാണ് നമ്മുടെ അഡ്വഞ്ചറിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ ഊഞ്ഞാലും അങ്ങനത്തെ കുറേ സംതിങ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പോയി നോക്കിയാലേ അറിയുള്ളൂ. അതല്ല ഈ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് അഡ്വഞ്ചറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ. ടിക്കറ്റ് എടുക്കാൻ പോവാം. കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലെ സിപ്പ് ലൈൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈനാണ് ഇവിടെ കേട്ടോ. കാരാപ്പുഴ നല്ല ഉയരത്തിലാണ് പോണേ. നമുക്ക് മുകളിൽ കൂടി ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല പേടിയാവും. ഡാമിൻ്റെ മുകളിൽ കൂടെ ഒരുപാട് അങ്ങനെ പോകാനുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതുങ്ങളെല്ലാം തൂക്കിപ്പിടിച്ച് വന്നത്. ഏതായാലും എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റാറുണ്ട്. ഇപ്രാവശ്യം കയ്യിൽ പൈസ ഇല്ലാതെ വന്ന്
ഗൂഗിൾ പേ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ കിട്ടി. ഇനി ഇവിടെ കാർഡ് എടുക്കും, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. എന്താ നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മളില്ലേ കുറേ നേരം കൊണ്ട് നോക്കുക ഇതിലേതൊക്കെ. സിപ്പ് ലൈൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പം സിപ്പ് ലൈനിൽ മസ്റ്റായിട്ടും കയറുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന അഡ്വഞ്ചേഴ്സ് അതാണ് സ്പേസ് ടവർ 1, പിന്നെ സിപ്പ് ലൈൻ, പിന്നെ ട്വിസ്റ്റർ ചെയർ, പിന്നെ ഗെയിൻ സ്വിങ് ഉണ്ട്, ഫ്ലൈയിങ് ചെയർ ഉണ്ട്, പിന്നെ ട്രംബോളിൻ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉണ്ണി മാത്രം അതിൽ പോകും. ബാക്കി എത്ര സാധനത്തിൽ ഞാൻ പോകുന്നുണ്ട്. ഇത് സിപ്പ് ലൈൻ ഞാൻ ഫസ്റ്റ് പോകും. ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ ഒന്നിൽ കയറിയിട്ട് പിന്നത്തെ എൻ്റെ അവസ്ഥ പോലെ ഇരിക്കും ബാക്കിയുള്ളതിൽ കയറും. പിന്നെ ഫ്ലൈയിങ് സിനിമയുണ്ട്, അത് 6D ആണ്. 6D തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എന്താ മറ്റേ ജുറാസിക് വേൾഡ് അങ്ങനെ എന്തോ ആണ്. അപ്പം അതിൽ ഒറ്റയ്ക്ക് പോകാനൊരു മൂഡില്ല. ചേട്ടായി ആദ്യമേ പിന്നെ ജാമ്യം എടുത്തിട്ടുണ്ട്, ഒന്നിലും വരത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നതിന് ഞാൻ പോവും. എന്തായാലും സിപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള ഞാൻ ഛർദ്ദിക്കോ തലകറങ്ങോ ഐഡിയ നോക്കാം. ടിക്കറ്റ് ഇത് ഉണ്ണിക്കില്ലേ? ക്യാൻ യു ഹോൾഡ് ദിസ് വൺ? ഞാൻ യൂണിഫോം ഇടട്ടെ. ഇത് ഉള്ളിലാക്കണം അല്ലേ? ഡു യു നോ മലയാളം? നോ നോ. വെരി ഗുഡ്. മലയാളം അറിയത്തില്ല. ഇവരോടാ ഞാൻ മലയാളത്തിൽ പറയുന്നത്. മലയാളം കുറച്ച് അറിയോ? വെരി നൈസ്. നേപ്പാൾ. യു ഫ്രം ഓൾ? യു ഓൾ നേപ്പാൾ? ഹിന്ദി. വേർ? അരുണാചലേ. Okay. Thank you. Go to jeep. Where? Outside. Okay. അപ്പോൾ യൂണിഫോമൊക്കെ സെറ്റായി കയറാൻ പോവാണ്. എന്താവും എന്നറിയില്ല. ഈ ജീപ്പിലാണ് ഞാൻ പോണത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല കമ്പനിക്ക്. ഒറ്റയ്ക്കൊരു സഞ്ചാരിനെയും കൊണ്ട് ഇത് ചെക്കായി പോവാണ്. ഇവിടുന്ന് കുറച്ച് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഹിയർ ഫ്രം ദ 2 കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. നല്ല രസമാണ് റോഡൊക്കെ കാണാൻ. അന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷെ മഞ്ഞൊന്നുമില്ല. ഞാൻ അവരെ കണ്ടപ്പോൾ നേപ്പാളീസാന്ന് വിചാരിച്ചു കേട്ടോ. അവർ അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാരാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജീപ്പിൽ പോകുന്ന ഒരു ജീപ്പിൽ കുത്തി നിറച്ച ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഡോറിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അല്ല കുഞ്ഞാളെ ഇപ്പോൾ ഓരോ ഇരിക്കുന്നവരുടെ മടിയിലൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ജീപ്പിലെ ട്രാവല്. അത് കഴിഞ്ഞ പിന്നെ ജീപ്പ് ഒത്തിരി മിസ്സായി. പിന്നെ നമ്മൾ വീട്ടിൽ ജീപ്പ് എടുത്തായിരുന്നു. അന്നേരം ജീപ്പിലോട്ടുള്ള കൊതി അങ്ങനെ ഓടി തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ലോങ് ടൈം ജീപ്പിൽ കയറാണ്ടിരുന്നിട്ട് ഞാൻ ഒത്തിരി കാലം കൂടിയിട്ട് ഇപ്പോൾ ജീപ്പിൽ കയറുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളിതിനു മുന്നേ അതും ഒരു 2-3 വർഷത്തിന് മുന്നേ 900 കണ്ടി ആ ഭാഗത്ത് നമ്മൾ 10 ക്യാമ്പിന് പോയപ്പോൾ അവിടെ ഓഫ് റോഡ് ജീപ്പിന് പോയായിരുന്നു. അത് ചെറിയൊരു ജസ്റ്റ് പോയി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചുള്ള യാത്ര ഇപ്പോഴാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ജീപ്പിൽ പോകണം, ബസ്സിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നെ. ഏതായാലും കുഞ്ഞു ആഗ്രഹങ്ങളിൽ ഓരോന്നിങ്ങനെ സാധിച്ചു. അതന്നെ ഭയങ്കര കിട്ടലുണ്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒറ്റയ്ക്ക് അതുകൊണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് പോവാം. ചമലൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഹെൽമെറ്റൊക്കെ ഊരി പോകുന്നുണ്ട്. ഇതിനി മോളിൽ നിന്ന് ഡാമിലേക്ക് പോവാമോ? കളിയും ചിരിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്താവോ എന്തോ. നമ്മൾ എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ എത്താറായിരുന്നു കേട്ടോ. നല്ലൊരു റോഡാട്ടോ. ബെൻഡൊക്കെ ഉള്ള അത്യാവശ്യം ചെറുത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു റോഡാണ് അത്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു പിന്നി കറയത്തൊരാലസ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കി അവിടെല്ലാം പൂത്താമരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാ തെരുതെരെ പൂമഴയായി. പിന്നെ പാട്ടിൻ്റെ ഒപ്പം നല്ല ഹമ്മിങ് ഒക്കെ വരുന്നില്ലേ? ദുബ് ദുബ്. എൻ്റെ പാട്ടൊന്നും ചങ്ങമ്പുഴ കേൾക്കണ്ട. എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തുന്നു. ഫുള്ള്
കുണ്ടും കുജ്ജുമാണ് കണ്ടോ, ഡാം കാണുന്നുണ്ടോ അവിടുന്ന്? എപ്പോഴും കുണ്ടും കുജ്ജാണ്, കുണ്ടും കുജ്ജോ കുണ്ടും കുജ്ജു. പൊടിയും കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷേ വലിയ രസമൊന്നുമില്ല കേട്ടോ. ഈ ഭാഗം റോഡ് ഇതെല്ലാം ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ. ഏയ് സോറി, ഡാമിൻ്റെ ഭാഗമായിരിക്കുമോ? ആ നമ്മളെത്തിട്ടോ, സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇറങ്ങാൻ പോവാണേ. ഡോറ് തുറക്കാനൊന്നും സമയത്ത് ഇവിടെ ചങ്ങായിയൊക്കെ കിടന്ന് ഉറങ്ങുകയാണല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ, സ്ലീപ്പിംഗ്? Okay. Okay, sit. Here? Yeah. ഞാൻ പോവാണേ. ഇത് I no need this one. ഇതൊക്കെയാണ് അതിൻ്റെ ലോങ് കാണിച്ചു തരാം. അതൊക്കെ അവിടെ വരെ പോകുന്ന സാധനമാണ്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഐ ആം റെഡി. പോവാണേ. ഓക്കെ. അയ്യോ, പൊളി കേട്ടോ, പൊളി. ഒന്നും വരാണ്ടിരിക്കട്ടെ. ഡാമൊക്കെ മുകളിലുണ്ട്. ഹെൽമെറ്റ് ഒക്കെ പറന്നു പോകും, നല്ല കാറ്റാ. സൂപ്പർ, അടിപൊളി വ്യൂ. പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ലോങ്ങത്ത് കുറച്ച് ഇവിടെ എത്തിയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ, സേഫായിട്ട് എത്തി. ഓക്കെ, താങ്ക് യു. ആ സോറി, ഹെൽമെറ്റ് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട. അത് സെറ്റപ്പായി, ഇനി അടുത്തത് നോക്കണം. ഞാനും ഉണ്ണിക്കൂട്ടിനും ഉണ്ണിമോളും കൂടി ഇല്ലേ സ്ലൈഡിൽ പോകാതൊക്കെ അഡൾട്ടിന് വേറെയും കിഡ്സിന് വേറെ ആയിട്ട് സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലൈഡ് ഈ ഡൗണിൽ കാണുന്നൊക്കെ കിഡ്സിനും മോളിൽ കാണുന്ന അഡൾട്ട്സിനും നല്ല സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ട് മിനിയേച്ചറായിട്ട് കൊടുത്തിട്ട് ഇതിലിങ്ങനെ കയറി പോവാം. ഇവിടെ നിന്നാണ് സെപ്പറേറ്റ് ആവുന്നത് കേട്ടോ. ഇത് അഡൾട്ടിൻ്റെ ആണ്, അപ്പുറത്തെ സൈഡാണ് കിഡ്സിൻ്റെ. ഞങ്ങൾ കയറി പോട്ടെ കേട്ടോ. ഞങ്ങൾ ഫസ്റ്റത്തെ ഉണ്ണിക്കൂട്ടൻ്റെ ഫസ്റ്റ് സ്ലൈഡാ. പേടിക്കോ എന്തോ, നോ ഐഡിയ. നമ്മളിത് ഫ്ലൈയിങ് ചെയറിൽ കയറാൻ പോവാണ്. ഇത് ഇപ്രാവശ്യം പോണവർ ഇവർ ഹാൻഡിക്യാപ്റ്റഡായിട്ട് ആൾക്കാരാണ് ഈ റൗണ്ടിൽ പോണത്. എല്ലാവരും അവർ സെറ്റ് ചെയ്യാണ് അവരെ. നമുക്കും കിട്ടിയിട്ട് ഒരു ചെയർ വേറെ കൂടത്തിൽ
ഞാൻ വിചാരിച്ച് കയറാൻ പറ്റൂലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവരുടെ കൂടെ പോവാണ്. സ്റ്റാർട്ടായിന്ന് തോന്നുന്നുണ്ടോ? കുറേ നേരമായിട്ട് നിന്ന് നടന്ന് മടുത്ത്. ഇനി കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാട്ടെ. എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുക? അത് ഫുള്ളായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അറിയില്ല, എനിക്കറിയില്ല. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ദൈവമേ. അല്ലാത്ത ഊഞ്ഞാലിലെല്ലാം മഞ്ഞ് കയറിയിട്ടുണ്ട്. ഇമാതിരി സാധനത്തിലൊക്കെ ഇത് ആദ്യമായിട്ടാണ്. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നോക്കട്ടെ പോയിട്ട്. ഉണ്ണിമോളും ഇല്ല, ചേട്ടായി ഇല്ല എന്ന് പറഞ്ഞു. പോവാണേ, ഞങ്ങള് പോവാണേ. പൊളി പൊളി പൊളി. അയ്യോ, എന്തോ ഒരു സന്തോഷമാണ് അറിയവർക്ക്. മറ്റേ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഓട്ടിസം ബാധിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട്. കേട്ടോ, കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അതായത് ഇത് കുഴപ്പമില്ല കേട്ടോ, പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. അതെ, ഇനി ഈ പണ്ടാരത്തിൽ കയറാൻ പോവാ. എന്നെ കെട്ടി വെച്ചു ഗായ്സ്. എൻ്റെ കർത്താവേ, ഞാനിതാ പോണു. ഒരു മനുഷ്യന് എനിക്ക് കമ്പനി ഇല്ല. ക്യാമറ കയ്യിൽ നിന്ന് പോകാതെ ചരടിട്ട് വെക്കട്ടെ. പോവൂലെന്നൊക്കെ വിചാരിക്കുന്നു. ഓ, സംഭവം പൊളിയാട്ടോ. അയ്യോ, പൊളി പൊളി പൊളി. എൻ്റെ ഭർത്താവേ, ഞാനിതാ താഴേക്ക് പോണേ. നിന്റെ അടുത്തേക്ക് താഴേക്ക് വരുന്നതല്ലേ, മുകളിലോട്ട് വരുന്നേ. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂര്യൻ കണ്ണി തട്ടിയിട്ട് കാണുന്നുമില്ല. നമ്മൾ എവിടെയോ എത്തി. എൻ്റെ മോനെ, ഞാനിതാ അമ്മ മുഴുവൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ? വ്യൂ കാണിച്ചു തരട്ടെ. പൊളി 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 പൊളി. എന്നിട്ട് ഒലക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞില്ല. സംഭവം പൊളിയാട്ടെ. പൊക്കത്തിലെത്തിയെന്നൊന്നും ഇവിടെ ഇരുന്ന് അറിയുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചായിരുന്നു ഞാൻ തല കറങ്ങി പടാറടക്കുന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഇവിടെ കൊണ്ടോട്ടി അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ ടവറാട്ടോ, ഇത് നല്ല ഹൈറ്റിലുള്ള ടവറാണ്. നല്ല ഭംഗിയുണ്ട് വ്യൂ ഒക്കെ കാണാൻ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പൊളിച്ച്, ഒന്നും പറയില്ല. ചിലപ്പോൾ ക്യാമറ കയ്യിൽ നിന്ന് പോകും. ബേക്കിൽ കാണുന്ന ക്ലോക്ക് ടവർ, ഇതിൻ്റെ മുകളിൽ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡാമിൻ്റെ ഒരു ആവറേജ് വ്യൂ കിട്ടും. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടെ ഒന്ന് കയറി നോക്കിയിട്ടല്ലേ. അതായത് ഉണ്ണിക്കൂട്ടം നല്ല ഉറക്കാം. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ണിമോൾ ഇങ്ങനെ സ്ലൈഡിലൊക്കെ കളിച്ച് വന്നു. കുറേ നേരമായി തണുത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു. അയ്യോ വേണ്ട, സോറി, ഫുള്ള് പരിക്ക.
കയറാൻ പോവാണേ. ഉണ്ണിയെ പറ, ക്ലോക്ക് ടവർ കാണാൻ പോവാന്ന് പറ. ക്യാമറ നോക്കി പറ. കേറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാല്ലേ. ഇത് ഞങ്ങളിതാ എൻട്രൻസിൽ നിന്ന് കയറാൻ പോവാണേ. ഇതിങ്ങനെ വളഞ്ഞു വെച്ചിട്ട് ഒരു സ്റ്റെപ്പ്. ഉണ്ണി ഓടിപ്പോയി. ആഹാ, അങ്ങനെ ഞങ്ങൾ മേളിലെത്തി. ഇവിടെ നമുക്ക് ഡാമിൻ്റെ ഒരു ഓവർവ്യൂ ഇങ്ങനെ കാണാം കേട്ടോ. കണ്ടോ, നീണ്ടു പരന്ന് വിശാലമായി കിടക്കുന്ന നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ പ്രതലമാണ് ഗായ്സ് ഈ കാണുന്നത്. കാണുന്നുണ്ടോ? ആ, നമ്മുടെ മറ്റേ ഊഞ്ഞാലില്ലേ, എന്താ ഗെയിൻ സ്വിങ് ഇവിടെ നിന്നാണേ. അപ്പോൾ എൻ്റെ അടുത്തത് ഇതാണ്. അപ്പം എൻ്റെ ഈ സുരാപ്പിയിലൊന്ന് കയറണമെന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ മേളിൽ നിന്നിട്ട് കാണുന്ന വ്യൂ. ഇനി ഒറ്റ മിനിറ്റ്. അതാ ദൂരെ കാണുന്ന ഒരു ടവർ, അവിടുന്ന് ഇവിടെ വരെയാണ് സിപ്പ് ലൈൻ ഉള്ളത് കേട്ടോ. നല്ല ലോങ് ആയിട്ട് എല്ലാം നല്ല സംഭവം അടിപൊളിയാണ്. ഇനി ഇതിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാവും അറിയില്ല. അടുത്ത് എനിക്ക് ഇത് രണ്ടുമാണ് പോകാനുള്ളത്. ഹലോ, ഞാൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് എന്താ പറയുക ഗെയിൻ സ്വിങ് ഇവിടെ തന്നെയാണെന്ന് പറയുന്നത്, കാരാപ്പുഴ. അപ്പം ഞാൻ അതിൻ്റെ എൻഡിങ് ആണെങ്കിൽ അങ്ങ് മാനമുട്ടുണ്ട്. ഞാൻ കയറാൻ പോവാണേ. ഇവിടെ നല്ല കയറാൻ പോവല്ല, വരിയുണ്ട് കുറേ, പോയി നോക്കട്ടെ. ഹായ്, ഞാൻ ക്യൂ ഇല്ലാതെ മുന്നിലെത്തി. സിംഗിൾ പസംഗ ആയതുകൊണ്ട് ഇവിടെയൊക്കെ സിംഗിൾ പസംഗകളുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചെത്തി. ഇവരൊക്കെ കണ്ണൂരിൽ നിന്നുള്ളവരാണ്. ഹായ് പറ. ഹലോ അഞ്ജലി. അഞ്ജിതയാണോ? ആഹാ, ഓക്കെ. മുകളിലെത്തിയിട്ട് ബാക്കി ഈശ്വരാപാകം. ഞങ്ങളുടെ കൂടാണ്, പോവുകയാണ്. തിരിച്ചു വന്ന ക്യാമറ ഉണ്ടേ കാണാം. ഞാൻ സെന്ററിലാ. ഇതിലാണോ? ഓക്കെ. കുറെ കെട്ടി പൂട്ടുന്നുണ്ട്. ഇത് കെട്ടിയിട്ട് എന്താ കാര്യം? ഒരു ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ പോകുന്നതിന് മുന്നേ. ബായ്. എടി എയർ വിടറേ. ഞാൻ ഫ്രീ ആണ്, കുഴപ്പമില്ല. പിടിക്കാം. ഒന്നുമേ தெரியாது. ഇത് കഴുത്തെല്ലാം കൂടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ബൈ. ഇത് പന്നിക്ക് ഉടുക്ക് വെച്ച പോലെ ഉണ്ട്, കഴുത്ത് മേപ്പോട്ട് വരുന്നില്ല. പോയില്ല, പറ്റിച്ചു, പോയി, വിസിലടിച്ചു. പൊളി.
സ്കേറ്റിംഗ് ഉറപ്പിച്ചു, സ്കൈ ഡൈവിങ് ഉറപ്പിച്ചു. സെറ്റ് 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 സെറ്റ്. ഇവരൊക്കെ ജീവനോടുണ്ട്. ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്. ജീവനോടുണ്ട്. അയ്യോ, ഞാൻ ഇങ്ങനെ വിറച്ചിട്ടൊക്കെ നിൽക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ഗൈൻ സ്വിങ്ങിൽ പോയിട്ട് ഇപ്പോൾ വന്നതാ. പൊളി എക്സ്പീരിയൻസ് എന്നാ പൊളി. എന്താ പറയുക, നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ലൈഫിലുള്ളത് നല്ലതാണ്. എവിടുന്നേ മറിഞ്ഞു വീണാലും ബോധം കെടാതെ താഴെ എത്തും. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു വിറയിൽ മാറുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ സക്സസ് ആയി പോയി തിരിച്ചു വന്ന്. അടിപൊളി. കേരളത്തിലെ ഏറ്റവും വലിയ സ്വിങ്ങും ഇതാണ്. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ സ്ലിപ്പ് ലൈനും ഉള്ളത്. ഓക്കെ, ബൈ ബൈ. ഉണ്ണിക്കുട്ട നിർത്തും. അഡ്വഞ്ചറും ഫുഡ്വഞ്ചറൊക്കെ കഴിഞ്ഞ് മനുഷ്യർ പെരളയായിട്ട് ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചർ മാത്രം വന്നത് നന്നായി. എന്തെന്നറിയോ, ടവറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ഹൈറ്റിലാണ്. ക്ലോക്ക് ടവർ ആയാലും ടവർ സ്വിങ് ആയാലും ഒക്കെ. അത് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫുള്ള് കിട്ടും. എന്നാലും നടന്നു പോകുന്നത്ര ആവില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ കയറി വന്നപ്പോൾ തന്നെ ഈ സമയമായി. ജസ്റ്റ് ഈ ഏരിയ കൂടെ പോയിട്ടൊന്ന് ഔട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കഫേ വരുന്നുണ്ട്, ഐസ്ക്രീം പാർലറും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് വാങ്ങി ഞം കഴിഞ്ഞു. ഒരു വട്ടം കൂടെ വാങ്ങണമെന്നുണ്ട് ചെല്ലി. അതുപോലെ ഒരുപാട് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ മാർച്ച് ഏപ്രിലല്ല, മാർച്ച് ഏപ്രിലൊക്കെ കരിയുന്ന സമയമാണല്ലോ. ഏതോ ഒരു മാസത്താവുമ്പോഴത്തേനും ഇവിടെയൊക്കെ അടിപൊളിയാവുമായിരിക്കും. ഇപ്പോൾ ഇവിടെ കുറേ ഈ സീസണിലുള്ള പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കളർ വെറൈറ്റീസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ബേക്കിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൂക്കളെല്ലാം വെച്ച് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ സ്ഥലത്തൊക്കെ പൂക്കൾ വരുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെ കിളച്ച് നട്ടിട്ടേ ഉള്ളൂ അങ്ങനത്തെ. അപ്പോൾ ഈ ഡാം ഫുള്ളും പൂക്കളൊക്കെ ആവുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. സമയത്ത് നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഇന്നത്തെ അനുഭവം സൂപ്പറായിരുന്നു, പൊളിച്ചു. നമ്മൾ നേരെ സന്ധ്യയായി കാരാപ്പുഴയിൽ നിന്ന് വിടാൻ പോവാണേ. അപ്പോൾ ഇനി ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. കണ്ടിരിക്കും. ബൈ.